എന്താ കമ്മിൻ കമ്മിൻ അടിഞ്ഞു അടിഞ്ഞു കമ്മിൻ. നമ്മൾ ആസ്ഡേയിലെത്തി. എടുക്കട്ടെ. ശശി എഴുതി നിൽക്കുന്ന സുഹാന കുട്ടി, ഓടുന്ന വണ്ടിയിൽ പിടിച്ചോടുന്ന കുട്ടി, ചാടി ഇറങ്ങി ചാടി തിരിഞ്ഞു പോകുന്ന കുട്ടി. ഇതാ ഞാൻ പറഞ്ഞ അശോക ഇന്ത്യൻ റെസ്റ്റോറന്റ്. എന്താ ചായക്കട. ചായക്കട. ഇയാളുടെ മുഖവും കണ്ണൊക്കെ നോക്ക്. കണ്ടോ? ഇവിടെ ഇപ്പൊ ദിസ് ഈസ് ലൈക്ക് ക്ലിഫ് ബീച്ച്. പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. കുറച്ചും കൂടി നല്ല കാറ്റുണ്ട് കേട്ടോ. കണ്ടോ? സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ കണ്ണില്ല. ഒരു ടെക്നോളജി. നമുക്ക് സൂം ഔട്ട് ചെയ്യാം. പോരട്ടെ പോന്നോളൂ. എങ്ങനെ ചിക്കൻ കരിഞ്ഞാലും ഡാൻസിന് കുറവ് വരരുത്. ടഫ് സ്റ്റെപ്സ് ഓൺലി. ചായക്കടയിലായിരുന്നു കാരണം. ഇനി വാട്ട് ആർ യു ഡൂയിങ്? ഒന്നിലെ ഷെഡ് അല്ലെങ്കിൽ ഫുൾ ഡ്രസ്, അല്ലെങ്കിൽ ഫുൾ കവർ ചെയ്തിട്ട് തല മാത്രമേ കുറഞ്ഞു. വെയില് രാത്രി സൺലൈറ്റ് 8 മണിക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ. നമ്മളെപ്പോഴും ഷോർട്സ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടുന്നത്. ഐ എം സോ സോറി, ബിക്കോസ് ഞാൻ കുറച്ചൊരു തിരക്കിലായിരുന്നു. എന്നാലും ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ 100 ആൾക്കാർക്കാണെങ്കിലും. സോ ഇന്ന് നമ്മളൊരു സ്ലീപ്പ് ഓവറാണ്. ഞാനും എൻ്റെ ഫ്രണ്ടിന് കുറേ കാലമായി സ്ലീപ്പ് ഓവർ പറഞ്ഞ് എന്താ പറയുക. എപ്പോഴും നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ടാവും, പക്ഷെ നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് പറയും, പക്ഷെ നടക്കുന്നത് ഏതെങ്കിലും നൂറ്റാണ്ടിലായിരിക്കും അല്ലേ. അങ്ങനത്തെ ഒരു പ്ലാനാണിത്. അപ്പോൾ അവൾ ഇന്ന് സ്ലീപ്പ് ഓവറിന് വരികയാണ്. ഇപ്പോൾ സമയം രാവിലെ 7 മണിയായി. ഞാൻ ഓൾറെഡി മസാല ഉണ്ടാക്കിയിട്ട് മസാല ദോശയാണ്, ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വരുമ്പോൾ ചൂടോടെ ദോശ അപ്പോൾ ചൂടാന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്ക് നല്ല നാടൻ ഫുഡാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കാൻ പോവാണ്. പിന്നെ രാത്രി ഡിസൈഡ് ചെയ്തിട്ടില്ല. ചിക്കൻ ഫ്രിഡ്ജിലുണ്ട്, ബീഫും ഉണ്ട് ആക്ച്വലി. പിന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണി, അങ്ങനെ എന്തെങ്കിലും അവൾ വന്നിട്ട് ഒരുമിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ പോയല്ലോ. എന്താ കമ്മിൻ കമ്മിൻ അടിഞ്ഞു അടിഞ്ഞു കമ്മിൻ കമ്മിൻ കമ്മിൻ. 8ാമത്തെ പ്രാവശ്യം അടിക്കണേ. എന്താ അത്ര നേരത്തെ? 12 മണിക്കല്ലേ? മതി. Photography is about capturing the moment, not creating the moment. I was just trying to help. ബാക്കി എന്താണ്? ഞാൻ എടുക്കാനില്ലല്ലോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഓ മൈ ഫേവറേറ്റ്. പുല്ലുണ്ടായും പിന്നെ യെസ്, പുല്ലില്ലാത്തൊരു നീ പറഞ്ഞ പോലെ ഉണ്ടാക്കിയതോ? ക്യാബേജാ. പക്ഷെ ശരിയായോ സംശയമാണ്. ആദ്യം ഉണ്ടാക്കണം. അയ്യോ കുഴപ്പമില്ല.
ഇതെന്താ? എറിഞ്ഞു. സോസേജ് കൈകൊണ്ട് പാരിട്. ഇത് 2 ഇട്ട്. ഇതും കൈ കൊണ്ട് വരില്ലേ? ഞാൻ ഒന്ന് ഓവണിൽ വെച്ച് തരാം, അപ്പൊ ഒന്ന് ചൂടായിക്കോളൂ. ചൂടാണ് ചോറിന്. ചൂടല്ല, ബാക്കിയുള്ളതൊക്കെ. ഞാൻ ഓൺ. പപ്പടം ഓക്കെ. മേത്തും അല്ല, അവിടെയൊക്കെ ക്ലീൻ ആക്കട്ടെ. എനിക്ക് തുറക്കോ? നീ കണ്ടോ? ക്ലീൻ ആയോ ഇനു? ക്ലീൻ ആയോ? കണ്ടോ? നീക്ക് ഇച്ചിരി തുറക്കുന്നുണ്ടല്ലേ? കൈക്ക് മറ്റേ ഇങ്ങനെ. തെറിച്ചു പോയിട്ട് അവിടെയൊക്കെ തുടക്കിണ്ടായിരുന്നു തോന്നുന്നു. ഇനു മതി. സ്റ്റോപ്പ്. ഗുഡ് ഗേൾ. കണ്ട കുട്ടി ചെയ്യണത്? ഇനു കൊണ്ടേക്ക്. മതി. സ്റ്റോപ്പ്. ഇനു കൊണ്ടേക്ക്. മലയാളം അറിയാവോ? അറിയാം. ടി വി ഒക്കെ അതേപോലെ ലെമണേഡ്. ലെമണേഡ് ഉണ്ടാക്കണ്ട് കുട്ടി. വിത്ത് വാട്ടർ. खत्म कर लो इसने मतलब മസാജ് ചെയ്തരാ. അയ്യോ പോയി. Cheers. Cheers. Is it yummy? Is it yummy? Yeah. No? Then give it to me. യം എന്ന് പറഞ്ഞോന്നല്ല. Yum? ഇനി സൂപ്പർ. Yeah. Chocolate ice cream. Yeah, chocolate ice cream. ഞാൻ ഒറ്റക്ക് മതിന്ന്. ഫ്രണ്ടാണ് ഇവനെന്നെ പഠിച്ചതാ. നല്ലല്ലേ? കറക്റ്റ് വീഡിയോ എടുത്തപ്പോ മതിന്ന് അങ്ങോട്ട്. ഹായ്. അപ്പൊ നമ്മള് ഇന്നലെ കൊറേ സ്ഥലങ്ങളിൽ പോകട്ടെ, എങ്ങോട്ടും പോയില്ല. നമ്മള് സുഖമായി കൊറേ നേരം സംസാരിച്ചു. ഒരു സീരീസ് 2 സീസൺ തീർത്തല്ലേ? എന്തെങ്കിലും ബിഹൈൻഡ് ദ ക്യാമറ ആയാലും മൊഴിയില്ല. നമ്മൾ 2 സീസണിൽ തീർത്തു. മിസ് മാച്ച് സീസൺ 3 നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ എങ്ങോട്ടും അങ്ങോട്ട് പോയില്ല. കണ്ടു തീർത്തു. ഒന്നും ഉണ്ടാക്കിയതുമില്ല. കാരണം വളരെ ഫുള്ളായി. ഞങ്ങൾ കുറെ വൈകിട്ടാണ് ലഞ്ച് കഴിച്ചത്. എനിവേ നമ്മളിപ്പോ നേരത്തെ 7 മണിക്ക് നീച്ച് നമ്മൾ കറങ്ങാൻ പോകണം. നമ്മൾ നീച്ചത് 10-ന്. ഇപ്പൊ സമയം 11. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞു. പിന്നെ കോഫി അല്ല, സോറി, ഇതെന്താ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ വാങ്ങിയതാണ് കേട്ടോ. നാന് വാങ്ങി. പിന്നെ നമ്മൾ മഷ്റൂം മസാല നമ്മൾ ഉണ്ടാക്കി. ഇപ്പൊ അത് കഴിക്കാൻ പോകണം. അത് കഴിച്ചിട്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമോ? ഇറങ്ങിയേ പറ്റൂ. ഇനി ദിവസങ്ങളില്ല, നമ്മൾ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ലഞ്ച് കുക്ക് ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ കറങ്ങാൻ പോവാണ്. ഒന്നുമില്ല, നമ്മൾ നിയർ ബൈ വീടിന്റെ ഓപ്പോസിറ്റിലെ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇതാണ് ഞങ്ങൾ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇനിമുള്ള ഔട്ട്ഫിറ്റ് ഉണ്ടോ? നോ. ഓക്കെ, വേണ്ട. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. ബൈ. പറക്കട്ടെ. വാവ്, ഇനു. പോയിനു. ലെറ്റ്സ് ഗോ. വേണ്ട, തീരൂര്. അങ്ങനെ ഗൈസ്, നമ്മൾ ഫൈനലി ഇറങ്ങി. നമ്മൾ ഫസ്റ്റ് പോണത് എങ്ങോട്ടാണ്? മോൾ. യെസ്, അതെ. ആസ്ഡത് ഷോപ്പിംഗ് കണ്ട ആൾക്കാർ വിചാരിക്കും എന്റെ സ്വന്തമാണെന്ന്. ബില്ല് ഉണ്ടാ, പക്ഷെ എന്റെ ഒരു ബന്ധമില്ല. ആസ്ഡ അല്ല, അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് കണ്ടിട്ട് ആസ്ഡ മിക്കവാറും ഞങ്ങൾ എടുക്കുന്നതാണ് തോന്നുന്നത്. അപ്പൊ ആസ്ഡ പറഞ്ഞാൽ അതൊരു മോളിന്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ വേറെ കുറെ ഷോപ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് എന്തൊക്കെയാ, പൗണ്ട്ലാൻഡ്, ഗ്രെക്സ്, ഹോം ബാർഗെയിൻസ്, B&M, അങ്ങനെ കുറെ ഒരു മോള് പോലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടേക്കും ചുമ്മാ കറങ്ങി നേരെ അതിന് ഓപ്പോസിറ്റ് നമ്മൾ
സീ സൈഡിലേക്ക് പോവാണ്. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്, വെതറൊക്കെ നോക്കിയപ്പോ നല്ല സണ്ണിയുടെ ആണ്, കണ്ടില്ലേ. അപ്പൊ നമ്മൾ പോവാണ്. ഇനു താല്പര്യമില്ലാത്തൊന്നും നോക്കുന്നില്ല. നമ്മൾ ആസ്ഡേയിലെത്തി. ഇനി വന്നതും ചോക്ലേറ്റ് ഒക്കെ എടുത്തു. കിഡ് സെക്ഷന് ഡ്രസ് എടുക്കണ കിഡായിട്ടല്ല, പക്ഷെ സ്റ്റിൽ ആ സൈസ് കറക്റ്റാണ്. ഇത് നമ്മുടെ സൈസല്ലേ? നീ ട്രയൽ ചെയ്ത് നോക്ക്, എന്നിട്ട് വാ, അപ്പളല്ലേ അറിയോ. ഒന്ന് മസാജ് ചെയ്യാലോ. എടുക്കട്ടെ. അയ്യോ അയ്യോ, നീ ഒപ്പം നടക്ക്. അത് ശശി എഴുതി നിൽക്കുന്ന സുഹാന കുട്ടി, ഓടുന്ന വണ്ടിയിൽ പിടിച്ചോടുന്ന കുട്ടി, ചാടി ഇറങ്ങി ചാടി തിരിഞ്ഞു പോകുന്ന കുട്ടി. വെറുതെ നിന്റെ കാശ് പോയില്ലേ, അപ്പൊ അവൾക്കൊരു സന്തോഷം. അപ്പൊ തീരുന്നേക്കാളും മുന്നേ കുറച്ചേരം ഇരിക്കണേ. ടിപ്പിക്കൽ മല്ലു മോം. ചുണ്ടുമൊക്കെ അതിന് മേലെ കയറുന്നപ്പോ അത് പോണം. അങ്ങനെ നമ്മൾ പുറത്തെത്തി. ഇതാ ബീച്ച് കണ്ടോ, ആ ബീച്ച് സൈഡാണ്. ഇപ്പൊ നമ്മള് ബീച്ചിലേക്ക് പോവാണ്. ഇന്നു എന്താ തെറ്റി നിക്കണ്? ഇന്നു ഞാൻ വിചാരിച്ച കൂടുണ്ട്. ഇന്നു പുറത്തു പോ. ഇതില് കണ്ടോ, ഇവിടെ എന്തൊക്കെയാ എഴുതിക്കണ്. എടാ ഇവിടെ നോക്ക്, ഇവിടെ എന്തൊക്കെയാ എഴുതിക്കണ് നോക്ക്. ഷീ വാക്സ് ഇൻ ബ്യൂട്ടി ലൈക്ക് ദ നൈറ്റ് ഓഫ് ക്ലൗഡ്ലെസ് ക്ലൈംസ് ആൻഡ് എന്തൊക്കെയോ ഭയങ്കര സാഹിത്യം തോന്നുന്നു കേട്ടോ. ഇനു ഈ മുന്നിൽ കണ്ടോ, ഇതാണ് ചേർച്ച് സ്ട്രീറ്റ്. ഇതിൽ നിറച്ച് ഷോപ്സ് മാത്രമാണ്, വാക്കിംഗ് മാത്രമേ പറ്റുള്ളൂ. നമ്മളെ എന്താ പറയാ, വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല. ഇതിൽ ഫാർമസി, ജിമ്മ്, അങ്ങനെ നിറയെ കുട്ടി കുട്ടി ഷോപ്സ്, ഇന്ത്യൻ ഷോപ്സ്, ഫ്ലവേഴ്സ്, ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് വാക്കബിൾ, ഇതൊക്കെ വാക്കബിളിന്റെ 5 minutes വാക്ക് അവേ ആണ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ കയറുന്നില്ല, നമ്മൾ നേരെ പോണത് സീ സൈഡിലേക്കാണ്. അപ്പൊ നമ്മൾ വാക്ക് ചെയ്യാൻ പോവാണ് സീ സൈഡിലേക്ക്. ഇനു അത് ഏതൊക്കെ ഡോഗ്സിന്റെ ഒക്കെ പുറകെ ഓടുന്നു. കണ്ടോ ഗൈസ്, നമ്മൾ ഈ സൈഡ് ഫുള്ള് കണ്ട, നമ്മളെ ഈ സൈഡ് ഫുള്ള് ഈട്രീസും ആ സൈഡ് ഫുള്ള് സീ സൈഡാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നല്ല സീ ഒക്കെ കണ്ട് നല്ല വ്യൂവിലിരുന്ന് ഫുഡ് കഴിക്കാം. ഇവിടെ ഡൗണീസ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കബാബ് ഷോപ്സ് ഉണ്ട്, കുറെ ഈട്രീസ് ഉണ്ട് ഈ സൈഡിൽ. ഓപ്പോസിറ്റ് ആയിട്ട് സീ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അത് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട, ഫുഡൊന്നും ഇപ്പൊ കഴിക്കില്ല, ഫുഡ് ഇനി വേറൊരു ദിവസം കഴിക്കാം. ഇതാ ഞാൻ പറഞ്ഞ അശോക ഇന്ത്യൻ റെസ്റ്റോറന്റ്, എന്താ ചായക്കട, അശോകേട്ടന്റെ ചായക്കട ഉണ്ടോ. ഇനി നമ്മൾ നേരെ ക്രോസ് ചെയ്ത് നമുക്ക് സീ വ്യൂ ആണ് കിട്ടുക ഗൈസ്. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തത് അവിടെ എത്തി, ഇപ്പുറത്തെ സൈഡ് എത്തി. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, സീ സൈഡാണ്. കണ്ടോ, ഒരു പ്രതിമയൊക്കെ ഇരിക്കണു. ഇവിടെ കുട്ടികൾക്ക് ഓടി കളിക്കാണ്ട്. ഓപ്പോസിറ്റ് ഇതാണ് ഞാൻ നമ്മൾ നേരത്തെ നടന്നു വന്ന ഈ ട്രീസ് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ നേരെ സീ വ്യൂ. ഇനിമോള് വർഷം പോയിട്ടാ ഞാൻ വീഡിയോ എടുത്തിട്ട്. നല്ലതാണ് ഈവനിങ് വാക്കിനൊക്കെ വരെ. ഇത് ജസ്റ്റ് 5 minutes അവേ ഫ്രം അവർ ഹൗസ്, അത്രേ ഉള്ളൂ. കണ്ട നല്ല സ്ഥലമാണ്. കണ്ട ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ കുട്ടികളൊക്കെ കളിക്കണൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഹൈലൈറ്റ് ഈ പ്രതിമയാണ്. ഇതിന്റെ പിന്നിൽ എന്താണ് ചരിത്രം എന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കണ്ടോ, ഇവിടെ ഫുൾ സീ വ്യൂ. നമ്മൾ സീന്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഭയങ്കര തണുപ്പാണ് കേട്ടോ വീട്ടിലൊക്കെ, അത് വേറെ കാര്യം. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. വ്യൂ ഉണ്ടോ, സോൾജേഴ്സിനൊക്കെ മരിച്ച ആളുകളിനൊക്കെ ഓർക്കാനും ഇതിനൊക്കെ വേണ്ടിട്ട് ഓ അപ്പൊ ഇത് അപ്പൊ എന്താണ്, സോൾജർ ആണോ? കണ്ടോ, റെസ്റ്റ് എടുക്കുകയാണ്. ഗണ്ണ് കണ്ടോ, രസല്ലേ ഇത്?
ആ ബെഞ്ചിൽ പോയിരുന്നാലോ? ആ റൈഡേഴ്സ് അല്ലേ? നീ എന്താ അയാളെ കാണിക്കണേ? റെസ്റ്റിംഗ്. പോരട്ടെ പോന്നോട്ടെ പോരട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട്. എടാ ഇത് എന്താണ്? ബേർഡ്സ് നോക്കി എത്ര എണ്ണാണ്? സീകളോ നോക്കി എത്ര എങ്ങാനാണ്? ആൾക്കാർ വിചാരിക്കും മെന്റൽ. ഇനി പോയി വാങ്ങി വാങ്ങി. ഞങ്ങള് ലേസ് ഇട്ടിട്ടുള്ള കളിയില്ല. താ എന്തേലും കാണിക്കും, ഞാൻ തിന്നാന്നൊക്കെ. എനിക്കറിയില്ല താരാ നീ പ്രാന്തത്തി. ഫൈന് വരുമ്പോ എനിക്കറിയില്ല ഏത് വർഷം. ഇയാളുടെ മുഖവും കണ്ണൊക്കെ നോക്ക്. കണ്ടോ അതിന്റെ ഒരു ഒറിജിനാലിറ്റി നോക്ക്. ഭയങ്കര മൈക്രോ ഡീറ്റെയിലിംഗ് ഒക്കെ. ആരെന്നെ കളിയാക്കി? നിനക്ക് അത്ര ഇംഗ്ലീഷൊക്കെ അറിയാം. വീഡിയോ നീ പറഞ്ഞോ ഞാൻ പറഞ്ഞോ. എന്താ പറഞ്ഞേ? ഈ ഫ്ലവറിൽ എഴുതിക്കണതോ? എടാ ആ അറ്റത്ത് നോക്ക്, അങ്ങോട്ട് നോക്ക്. സൂം ചെയ്യട്ടെ. വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കണ ഇതപ്പോ ഏതാ ഭാഗം? അങ്ങോട്ട് നോക്ക്. നീ കണ്ടോ? അവിടെ നോക്ക്, വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കണേ. അപ്പൊ ഇത് ഏതാ ഭാഗം? കൊറേ ഉണ്ടല്ലേ. അറ്റത്തൊക്കെ നോക്ക്. നല്ല ക്ലൈമറ്റ് അല്ലേ? കാറ്റിട്ട് പാറി പറക്കണം. വെയിലത്ത് ജാക്കറ്റ് ഇട്ടിരിക്കും. കാറ്റ് നോക്ക്. എന്നെ ട്രോൾ ആരും വേണ്ട. ഞാൻ തന്നെ കണ്ടോ ഇനു ആ ലേസ് ഒന്ന് തീറ്റ നിർത്തും. ഇനു എടാ കടലിന്റെ കളറ് നോക്ക്. നമ്മളൊക്കെ മരിക്കും. വല്ലവരും പേരെഴുതുമോ? പേരെഴുതും. ഓർത്താലോർത്തത് കണ്ടില്ലേ? വല്ലവരും കാണാനെങ്കിലും വരൂ. സോളമനോ വെച്ചിട്ടുള്ള ആളുകൾ ഇവിടെ മരിച്ചിട്ടുള്ളത് ആൽഫബറ്റിക്കൽ ഓർഡർ ആണ്. വെച്ചിട്ടുള്ള ആളുകൾ അതൊക്കെ മരിച്ചിട്ടുള്ളത്. അതിനും ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ സ്കില്ലൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മളെ നാട് വല്ല തെണ്ടികൾ അറിയും. ഐ വാണ്ട് വേറെ ചോക്ലേറ്റ്. വാട്ടർ വേണോ? ഇല്ല നീ ചോക്ലേറ്റ് ഇല്ല. സോറി. ഇവിടെ ഇപ്പൊ ദിസ് ഈസ് ലൈക്ക് ക്ലിഫ് ബീച്ച്. പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. കുറച്ചും കൂടെ അപ്പുറം പോയാൽ നമുക്ക് ഇറങ്ങണ പല കളർ സ്റ്റോൺസ് ഒക്കെ ഉള്ള ബീച്ച് ഉണ്ട്. അവിടെ നമ്മൾ എപ്പോഴും ഈവനിങ് വാക്കിനൊക്കെ പോകാറുണ്ട്. നല്ല കാറ്റ് നോക്ക്. ഇൻഡിപെൻഡന്റ് സെൽഫ് മെയ്ഡ്. റൈഡർ തന്നെടാ അയാള് നോക്ക്. ഫുള്ള് റൈഡേഴ്സ്. ഗൈസ് ഇവിടെ കടലിൽ കൂടെ ആൾക്കാരൊക്കെ എന്തൊക്കെയാ പോണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. നോക്കാൻ പറ്റുമോ അറിയില്ല. അതാ കാണുന്നുണ്ടോ? എടാ അത് കയാക്കിംഗ് ആണോ? നോക്ക്. നമുക്ക് കണ്ണോണ്ട് നമുക്ക് കാണുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ സൂം ചെയ്ത് കഴിയുമ്പോ നമുക്ക് കാണുന്നുണ്ട്. കണ്ടോ നല്ല കാറ്റുണ്ട് കേട്ടോ. കണ്ടോ സൂം ചെയ്യുമ്പോ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ കണ്ണില്ല. ഒരു ടെക്നോളജി. നമുക്ക് സൂം ഔട്ട് ചെയ്യാം. പോരട്ടെ പോന്നോളൂ. എങ്ങണ്ട് ഇന്നു ലെറ്റ്സ് ഗോ ഹോം. ഗോവിന്ദ കുട്ടി മിണ്ടുന്നില്ല. ലെറ്റ്സ് ഗോ ഹോം പറഞ്ഞപ്പോ ഒരു മൗനം. ഇല്ല ഡ്രസ്സൊന്നും ഞങ്ങൾക്ക് ശരിയാക്കണ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എടാ മറ്റേ പാടില്ലേ ഷുറു കരളിന്റെ കരളെ നിന്നോടൊന്ന് ചിരിക്കൂ. വിജലംബിച്ചു പോയി. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോ ഇവിടെ കണ്ടതാണ് ഐസ്ക്രീം ഫോർ ഡോഗ്സ്. കാരണം ഇവിടെ കുറെ ആൾക്കാർക്ക് ഡോഗ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇട്ട് കൊടുത്താല് ഡോഗ് കഴിച്ചോളും.
മേടിച്ചാ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് നേരെ ലൈബ്രറി വന്ന് ഇപ്പൊ പ്രൈമറി സെന്റർ വന്ന് നേരെ ഓപ്പോസിറ്റ് ആ വീടുകളുണ്ട് ആ സ്ട്രീറ്റിലാണ് നമ്മളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഭയങ്കര വെയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഭയങ്കര ദാഹം. അപ്പൊ നമ്മൾ ലെമണേഡ് ഒക്കെ കലക്കി കുടിക്കാൻ പോവാണ്. അത് കുടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ ഗീ റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഒരു ഓഫീസില്ല. പ്ലസ് നമ്മൾ ചിക്കൻ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ പോണത് മാരിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ശരിക്കും ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, പക്ഷെ കഴിക്കുമ്പോ ശരിയാകും. അപ്പൊ നമ്മളത് ഉണ്ടാക്കാൻ പോണ ലെമണേഡ് കുടിച്ചപ്പോ ഒരു അല്ലെ ഒരു റിലീഫ്. ഇപ്പൊ നമ്മള് അഫ്ഗാനി ചിക്കൻ ഫ്രൈഡ് റൈസ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണു. യെസ് ചെല്ല് ചിക്കൻ കരിഞ്ഞാലും ഡാൻസിന് കുറവ് വരരുത്. ആ ടഫ് സ്റ്റെപ്സ് ഓൺലി ടഫ് സ്റ്റെപ്സ്. ആ കരിഞ്ഞോ സാധനം കഴിഞ്ഞു. ഇല്ലല്ല നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് അന്റെ ചായക്കടയിലായിരുന്നു കാരണം. ബേബി ഹിയർ ഇറ്റ്സ് ഹോട്ട്. ഒന്ന് വാങ്ങ്. ഇനി വാട്ട് ആർ യു ഡൂയിങ്? ഒന്നിലെ ഷെഡ് അല്ലെങ്കിൽ ഫുൾ ഡ്രസ് ഫുൾ കവർ ചെയ്തിട്ട് തല മാത്രം സ്റ്റൗവിന്റെ അടുത്ത് പോ. പുതപ്പ് കിട്ടുതാ ഉണ്ടോ? പുതപ്പ് കിട്ടുതാ. അത് പോയി. TV പിന്നെ ആർക്കാണ് ഇനി മാഷൊക്കെ ഇട്ടിക്കണേ? ബനാന ടോഫി വാനില. യെസ് സക്സസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഹർഷനെ കൊണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ സമയം 8 മണിയായി. കണ്ട ഇത് സമ്മർ ആയതുകൊണ്ട് തന്നെ സ്കൈ പെരവര വെളുത്താണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. നേരം പക്ഷെ 8 മണിയാണ്. നമ്മള് ഇനു ഹായ് പറ. നോന്ന് വഷളാക്കി. ഓക്കെ ആരും ഹായ് പറയണ്ട. ഞാൻ ഒരു തൂക്കുപാത്രമായിട്ട് പോകുന്നുണ്ട് ഗൈസ്. തൂക്കിലെന്താ അമ്പലത്തിൽ നമ്മള് പോണി. ഇവിടെ അടുത്ത് തന്നെ നമ്മളുടെ വീട്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഉണ്ടാവും അല്ലേ ബേബി? വെയിലൊക്കെ വെയില് രാത്രി അല്ലേ? അപ്പൊ നമ്മളിതാ രാവിലെ വന്ന വഴി കൂടെയാണ് നമ്മളവളെ കൊണ്ടാക്കാൻ പോണത്. വന്ന വഴികളൊക്കെ നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഗുയിസ്? നമ്മളെ രാവിലെ ഇത് കൂടെ വന്നില്ലേ ഇനു? ഇതാ ഈ ട്രീസ്, ഇതാ ഈ പ്രതിമനൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ സൈഡ് നമ്മൾ ഇങ്ങനെ ഒന്ന് രാവിലെ വരികയായിരുന്നെങ്കിൽ, നമുക്ക് മടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരായിരുന്നു. സമയായില്ല ഹർഷ, നമുക്ക് ഇവിടെ ഇറങ്ങായിരുന്നടാ. കണ്ടോ? പക്ഷെ ഞങ്ങള് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നില്ല. നമുക്കിവിടെ വന്ന് ചില്ല് ചെയ്ത് ഫുഡ് കഴിച്ചു പോവാം. ബാർബിക്യോ? അതല്ല, ചൂടാ സ്ഥലം വേണ്ടേ? ഇവിടെ പബ്ലിക് നോയിസൻസ് പറഞ്ഞിട്ട് സൺലൈറ്റ് 8 മണിക്ക്. അല്ല രാവിലെ അല്ലേ ബേബി, ഇത് വൈകുന്നേരം രാത്രി 8 തന്നെയാണ്.
ഇവിടെ ആയിരിക്കും നീ വന്നിട്ടുണ്ടാവും അല്ലേ? ഇവിടെയാണ് നമ്മളെപ്പോഴും വരാറ് നടക്കാനൊക്കെ. ഉണ്ട് ഉണ്ട്. യെസ്, കുറച്ച് നടന്നാൽ നമ്മൾ എത്തുമായിരുന്നു, പക്ഷെ നമ്മൾ നടക്കാത്തോണ്ട് നമ്മൾ എത്തിയില്ല. എന്താന്ന് ഞങ്ങക്ക് ദൂരം കണ്ടിട്ട് മനസ്സിലായില്ല. സൂര്യൻ ഡിസംബർ ആയൊന്ന് കാണാൻ കിട്ടുമോ താങ്കളെ? അയ്യോ ഓർമ്മിക്കല്ലേ, ഡിസംബർ ഓർമ്മിക്കല്ലേ. നോക്കട്ടെ ട്രെയിൻ എവിടെ? കണ്ണു കണ്ണില്ല. ആ ട്രെയിൻ ഉണ്ടായിരുന്നു, പോയി. ആ യെസ് യെസ് കണ്ടു, പക്ഷെ വീഡിയോയിൽ കാണില്ല. ലംബോർഗിനി മേടിച്ചായോ? ട്രെയിനിനൊപ്പം ഓവർടേക്ക് ചെയ്യാം. ലംബോർഗിനി വീഡിയോ അത് ഞാനും ഓടിക്കാറുണ്ട്. ലംബോർഗിനി ആ മേടിച്ചു തരും, ഞാൻ മേടിച്ചു കൊടുക്കാന്. എന്നിട്ട് നിങ്ങൾ ഓടിച്ചത് തന്നെ. ഇനു നോക്ക് ഉറക്കത്ത് നീച്ചിട്ട്. ഇനു നോ തൽപര കക്ഷിയല്ല. കൃഷിപ്പാടങ്ങൾ കൊയ്യുന്ന ബ്രിട്ടീഷ് വനാന്തരങ്ങളിലൂടെ ഒരു യാത്ര. ബീച്ച് നോക്കി ഇനി തീർന്നിട്ടില്ല. ആ പറ. യുദ്ധത്തിനൊക്കെ പോകുമ്പോ പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ കാണുന്നതില്ലേ, അങ്ങനത്തെ ട്രക്കും ഒരുമാതിരി ജീപ്പ് പോലത്തെ സാധനമൊക്കെ. എടാ അത് സണ്ടർലാൻഡിൽ ഓടിക്കണ്ടായിരുന്നു. എന്താ പറയാ, ടാങ്കില്ലേ, ടാങ്കിന്റെ മ്യൂസിയം. സീഹാമിലോ? ആ സിയാമിന്ന് കുറച്ച് മുന്നിക്ക് പോയാൽ മതി. വി ഷുഡ് ഗോ വൺ ഡേ. സമ്മറിൽ ഈ സ്ഥലം നമ്മളോട് വെറുക്കും. അല്ല വിന്ററിൽ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നു. ഡിസംബറിൽ 4 മണിക്കൊന്ന് ടോർച്ച് അടിച്ച് വരുന്ന ആലോചിക്കാൻ വയ്യ. ഈ വർക്കിനൊക്കെ കൊണ്ടുവന്നാണ്. എന്തൊരു സന്തോഷം അറിയടാ. സാഡിസ്റ്റ് സാഡിസ്റ്റ്, നീയും ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നൊക്കെ. ഇനി എന്താ അങ്ങോട്ട്? അത് നീ ആരെയും കാണിച്ചില്ല. അപ്പൊ നീ എന്നെ പറഞ്ഞു, നിന്റെ മുഖം മാത്രം മതി. നീ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ചെയ്യില്ല. ഇത് തന്ന സ്ഥിതിക്ക് നീ ഫുഡ് ഒക്കെ ഞാൻ നീ ഉറുമ്പ് കഴിക്കണ പോലെ കുറച്ച് കുറച്ച് കഴിക്കണോണ്ട് നിനക്ക് കൊറേ ഉണ്ടാവും. ഇന്ന് കാണുടാ, വീട് ഭയങ്കര ദൂരെ, 20 മിനിറ്റ് ദൂരായതുകൊണ്ട്. നീ വോയിസ് ഓവർ ചെയ്യില്ലല്ലേ? ഇല്ല. അപ്പൊ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. വെക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ഞങ്ങള് ബായ് കേട്ടിട്ട് ഒരു സബ്സ്ക്രൈബർ പോലും വിട്ടുപോകല്ലേ അവളെ. ശരിടാ, ബൈ. ഇനി അൺടിൽ നെക്സ്റ്റ് ടൈം. ഇനി അടുത്ത സ്ലീപ്പ് ഓവർ എന്നാണ്? ഇങ്ങോട്ട്. യെസ്, ബൈ. പിന്നെ ബൈ. ശരിക്കടച്ച്. ശരിടാ, ബൈ. ബൈ ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. 100 ബൈ. ബൈ. പോ ബൈ. ഞാൻ ഇനി പോണോ? അപ്പൊ ശരിക്കും ബൈ. ടാറ്റാ. ടിങ് ടിങ് ടിങ്.